ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ജൂനിയർ ജിയോ ഫിസിക്സിസ്റ്റ് എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കാണ്. ഏതൊക്കെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഓരോ മൊഡ്യൂളിനും കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് ഗ്രൗണ്ട് വാട്ടർ ജിയോ ഫിസിക്സ്. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഹൈഡ്രോളജി സൈക്കിൾ, ഒറിജിൻ ആൻഡ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഒക്കറൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് വിത്ത് റെസ്പെക്ട് ടു ദെയർ വാട്ടർ ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, എക്യുഫർ, എക്യുക്ലൂഡ്, എക്യുടാർഡ്, എക്യുഫ്യൂജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്യുഫേഴ്സ്, മൾട്ടി ലെയർ എക്യുഫേഴ്സ്, എക്യുഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പാരാമീറ്റർ, ഡാർസിസ് ലോ ആൻഡ് ഇറ്റ്സ് വാലിഡിറ്റി, hydrogeochemistry, characteristics of groundwater, classification of groundwater in respect to domestic irrigation and industrial uses. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് ഹൈഡ്രോളജി സൈക്കിൾ മുതൽ ഡാർസീസ് ലോ ആൻഡ് വാലിഡിറ്റി വരെ ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ടാണ്. ഇനി ഹൈഡ്രോജിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു തിയററ്റിക്കൽ സെക്ഷൻ പഠിക്കാനായിട്ട് അപ്ലൈഡ് ഹൈഡ്രോജിയോളജി CW ഫെറ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജി ഡേവിഡ് കെ ടോഡ് ടെക്സ്റ്റ് ബുക്കും നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജി പഠിക്കാൻ. ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ഓഥറാണ് ഹൈഡ്രോളജി ബൈ HM രഘുനാഥ്. അപ്പോൾ ഈ ഒരു 3 ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ 2 സോളിഡ് എർത്ത് ജിയോ ഫിസിക്സ്. ഈ ഒരു മൊഡ്യൂളിൽ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എർത്ത്, ഇൻ്റർനാഷണൽ ഗ്രാവിറ്റി ഫോർമുല, റൊട്ടേഷൻ ഓഫ് എർത്ത്, കൺസെപ്റ്റ് ഓഫ് ഐസോസ്റ്റസി, internal constitution of earth and characteristics of lithosphere, asthenosphere, causes of geodynamical process, continental drift, ocean flow spreading, plate tectonics. പിന്നെ തേർഡ് വരുന്നത് ജിയോമാഗ്നറ്റിക് സ്റ്റോംസ്, ജിയോമാഗ്നറ്റിസം, ഹീറ്റ് ഫ്ലോ, തേർമൽ ഹിസ്റ്ററി ഓഫ് എർത്ത്. ഇത്രയാണ് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന സെക്ഷൻസ്. ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ജിയോ ഫിസിക്സ് എന്ന് പറയുന്ന വില്യം ലൗറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ തന്നെ ഒരു ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് കുറച്ചും കൂടി ബേസിക്സ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഹോൾ എർത്ത് ജിയോ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ടെക്സ്റ്റ് ബുക്കും നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി തേർഡ് മൊഡ്യൂൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസ്പെക്റ്റിംഗ്. ഇതിനു വേണ്ടി 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്. അപ്ലൈഡ് ജിയോ ഫിസിക്സ് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസ്പെക്റ്റിക്സ് മെത്തേഡ് മാത്രമല്ല, ബാക്കി ഇനി വരുന്ന മൊഡ്യൂൾസിനും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. കുറച്ചും കൂടി ഈസിയർ ലാംഗ്വേജിലുള്ളൊരു ടെക്സ്റ്റാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അപ്ലൈഡ് ജിയോ ഫിസിക്സ് ബൈ DS പരാസ്നസ്. നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂൾ സീസ്മിക് മെത്തേഡ്സ്. ഈ ഒരു സീസ്മിക് മെത്തേഡ്സിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ജിയോ ഫിസിക്സ്. സോളിഡ് എർത്ത് ജിയോ ഫിസിക്സിന് നമ്മൾ യൂസ് ചെയ്ത ടെക്സ്റ്റാണ് സീസ്മിക് മെത്തേഡ്സിനും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സീസ്മോളജി ബൈ പീറ്റർ M. ഷിയററും ഈ ഒരു മൊഡ്യൂളിനായി റെഫറൻസ് ടെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് മൊഡ്യൂൾ 5, 6 and 7. മൊഡ്യൂൾ 5, 6 and 7 കോമൺ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് അപ്ലൈഡ് ജിയോ ഫിസിക്സ് ബൈ ടെൽഫോർഡ്, ജൽഡാട്ട് ആൻഡ് ഷെറീഫ്. നെക്സ്റ്റ് 8th മൊഡ്യൂൾ റിമോട്ട് സെൻസിങ് ആൻഡ് GIS. ഈ ഒരു മൊഡ്യൂളിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിമോട്ട് സെൻസിങ് ആൻഡ് ഇമേജ് ഇൻ്റർപ്രിട്ടേഷൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഈ ഒരു റിമോട്ട് സെൻസിങ്ങിൻ്റെ പാർട്ടിൽ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ കുറച്ച് ജനറൽ ആയിട്ടുള്ള GPS-ഉം GIS-ഉം എല്ലാം ഉള്ള പാർട്ടും കൂടി നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ നോക്കേണ്ടി വരും. തിയററ്റിക്കൽ പാർട്ട് നോക്കാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ 8 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. ഇതൊക്കെ ജിയോ ഫിസിക്സ് MSc ജിയോ ഫിസിക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് തന്നെയാണ്.
അപ്പം ഇത്രയും ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഈ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. താങ്ക് യു.